Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടേപ്പർ മോഡിഫയർ ടൂളിനെ കുറിച്ചാണ്. അതിനായി ഞാൻ ആദ്യം ഒരു ബോക്സ് വരച്ചു കൊടുക്കണം. ജസ്റ്റ് ഒരു ബോക്സ് വരച്ചു കൊടുക്കുന്നത്. ആ ഒരു വ്യൂ പോർട്ട് ഞാൻ ജസ്റ്റ് വലുതാക്കി. അതിനുശേഷം ഞാൻ ജസ്റ്റ് മോഡിഫയർ ലിസ്റ്റിൽ ടി എന്ന് പ്രസ് ചെയ്തു. ടേപ്പർ എന്ന മോഡിഫയർ ടൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അതിന്റെ പാരാമീറ്റേഴ്സ് കാണാം. എമൗണ്ട് ഞാൻ ജസ്റ്റ് എമൗണ്ട് കൊടുത്തു. എമൗണ്ട് കൊടുക്കുമ്പോൾ ടേപ്പർ ചെയ്യുന്നത് നമുക്ക് നെഗറ്റീവ് എമൗണ്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരുന്നത് കാണാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ കർവ് കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ഇപ്പോൾ ടേപ്പറിന് രണ്ട് ആക്സിസ് ഉണ്ട്. പ്രൈമറി ആക്സ് എക്സ് വൈ സെഡ്. സെഡ് ആക്സിസിലാണുള്ളത്. കണ്ടോ, സെഡ് വൈ എക്സ്. ഇപ്പൊ സെഡ് ആക്സിസിലാണ് ഇപ്പൊ കർവ് കൊടുത്താലും മാറ്റം വരിക. കർവ് കൊടുക്കുമ്പോൾ ഉണ്ടോ ഒരു ഓറഞ്ച് നിറത്തിലുള്ള ലൈൻ ഇങ്ങനെ കർവ് രൂപത്തിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ബോഡിയിൽ മാറ്റം വരുന്നത് കാണാനില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇനഫ് സെഗ്മെന്റ്സ് കൊടുത്തിട്ടില്ല. നമ്മൾ മോഡിഫയർ കൊടുത്താൽ മാറ്റം വരണമെങ്കിൽ നമ്മൾ സെഗ്മെന്റ്സ് ആഡ് ചെയ്യണം. നമ്മുടെ ബോക്സ് ഷേപ്പിൽ നമ്മൾ ആകെ ഒരു സെഗ്മെന്റ് ആണ് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റ് വൈസും കൊടുത്തിട്ടുള്ളൂ. ലെങ്ത്തും സെഗ്മെന്റ്സ് കുറച്ച് ആഡ് ചെയ്യുക, വിഡ്ത്ത് സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക, അതേപോലെ ഹൈറ്റ് സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക. ഇപ്പൊ കണ്ടോ, ഹൈറ്റ് സെഗ്മെന്റ്സിന്റെ അവിടെയാണ് സെഡ് ആക്സിസ് ഉള്ളത്. അപ്പൊ സെഡ് ആക്സിസിൽ മാറ്റം വരണമെങ്കിൽ ഹൈറ്റ് സെഗ്മെന്റ്സിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സെഗ്മെന്റ്സ് ആഡ് ചെയ്യണം. നമ്മൾ ടേപ്പർ ടൂളിൽ കർവ് നമ്മൾ മാറ്റം വരുത്തുകയായിരിക്കുക. കേട്ടോ, കർവ് നെഗറ്റീവ് വരുത്തുമ്പോൾ ഉള്ളിലേക്ക് ഷേപ്പ് വരും. നമുക്ക് നെഗറ്റീവ് വരുത്തണമെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് വാല്യൂ വരുത്തണമെങ്കിൽ പോസിറ്റീവ് വാല്യൂ. എമൗണ്ട് നമുക്ക് എത്രയാണോ വരുത്തേണ്ടത് അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതിപ്പോ നമ്മൾ സെഡ് ആക്സിസിലാണ് മാറ്റം വരുന്നത്. കേട്ടോ, സെഡ് ആക്സിസിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇനി നമ്മൾ വൈ ആക്സിസ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, വൈ ആക്സിസിന് അനുസരിച്ചായിരിക്കും മാറ്റം വരിക. അതേപോലെ എക്സ് ആക്സിസ് കൊടുക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിന് അനുസരിച്ചായിരിക്കും മാറ്റം വരിക. കണ്ടോ, പിന്നെ എക്സ് ആക്സിസിനും തോന്നിയ പോലെയാണ് മാറ്റം വരിക. അപ്പൊ നമുക്ക് സിമ്മട്രി ആയിട്ട് വരണമെങ്കിൽ ജസ്റ്റ് സിമ്മട്രി പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ സിമ്മട്രി ആയിട്ട് എക്സ് ആക്സിസിൽ മാറ്റം വരും. ഈ വൈ ആക്സിസിലും സിമ്മട്രി ആയിട്ട് വരണമെങ്കിൽ സിമ്മട്രി ഓൺ ആക്കി കൊടുക്കുക. അപ്പൊ കണ്ട, വൈ ആക്സിസിൽ സിമ്മട്രി ആയിട്ട് മാറ്റം വന്നു. സിമ്മട്രി ഓഫ് ആക്കി കൊടുത്താൽ അതിനനുസരിച്ച് മാറ്റം വരും. ഇനി സെഡ് ആക്സിസിന് കൊടുത്താൽ സെഡ് ആക്സിസ് വരും. ഇനി എഫക്ട് ഏത് പ്ലെയിനിലാണ് വേണ്ടത്? എഫക്ട് എക്സ് പ്ലെയിനിൽ വേണമെങ്കിൽ എക്സ് പ്ലെയിനിൽ, വൈ പ്ലെയിനിലാണ് വേണ്ടെങ്കിൽ വൈ പ്ലെയിനിൽ. അതായത് ഇത് വൈ പ്ലെയിനിലാണ് ഇപ്പോൾ മാറ്റം വന്നുള്ളത്. എക്സ് പ്ലെയിൻ പറഞ്ഞാൽ ഇത് എക്സ് പ്ലെയിനിലാണ് മാറ്റം വന്നത്. ഇനി എക്സും വൈയും വേണ്ടിയുള്ള പ്ലെയിൻ ഉണ്ട്. എക്സ് വൈ പറയുകയാണെങ്കിൽ രണ്ട് പ്ലെയിനിൽ ഒരുമിച്ച് വന്നുള്ളത്. അതായത് എക്സിലും വൈയിലും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് പ്ലെയിനിലാണ് മാറ്റം വരുന്നത് അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ലിമിറ്റ് എഫക്ട്സ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ലിമിറ്റ് എഫക്ട്സ് പറഞ്ഞാൽ എവിടെയാണ് ഈ ഷേപ്പിൽ എവിടേക്കാണോ ടേപ്പറിന്റെ നമ്മൾ മോഡിഫൈ ചെയ്ത മാറ്റം വരേണ്ടത്, കാണേണ്ടത്, നമുക്ക് എവിടേക്കാണോ വിസിബിൾ ആവേണ്ടത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലിമിറ്റ് എഫക്ട് ഓൺ ആക്കി കൊടുത്തപ്പോൾ ഒറിജിനൽ ഷേപ്പാണ് കിട്ടിയുള്ളത്. കാരണം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സീറോ ആണ്. നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമുക്ക് ആവശ്യാനുസരണം മാറ്റം വരുത്താം. കേട്ടോ, അപ്പൊ ഒരു ചെറിയൊരു റെക്ടാങ്കിൾ ബോക്സ് ഇങ്ങനെ മാറുന്നത് കാണാം. ഇത് നമ്മൾ വീണ്ടും മാറ്റണം അപ്പർ ലിമിറ്റ്. കണ്ടാ, അപ്പർ ലിമിറ്റ് മാറ്റിയപ്പോൾ വ്യത്യാസം വരുന്ന കാണാം. ഷേപ്പിൽ വ്യത്യാസം വരുന്ന കാണാം. കണ്ട, ഈ ഒരു പോയിന്റിന് മേലെ ഒരേ ഷേപ്പും താഴെ ഉള്ളത് പേപ്പർ ആയിട്ടും വന്നിട്ടുണ്ട്. കണ്ട, അപ്പർ ലിമിറ്റ് നമ്മൾ ഇത്രയും കൊടുത്താൽ ഇത്രയും പോർഷൻ പേപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോവർ ലിമിറ്റും മാറ്റം വരുത്താൻ പറ്റും. ലോവർ ലിമിറ്റ് മാറ്റുമ്പോൾ ഇവിടുന്ന് ഒരു റെക്ടാങ്കിൾ ബോക്സ് വരുന്ന കാണാൻ പറ്റും. കണ്ട, അത് മാറ്റം വരുത്തുമ്പോൾ അതിനനുസരിച്ച് വീണ്ടും മാറ്റം വരുന്ന കാണാം. അപ്പൊ നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും മാറ്റം വരുത്തി നമുക്ക് ഷേപ്പിൽ മാറ്റം വരുത്താൻ പറ്റും. പിന്നെ ടേപ്പറിന്റെ തന്നെ സബ് ഓപ്ഷൻസ് ഉണ്ട്. രണ്ട് സബ് ഓപ്ഷൻസ്, ഗിസ്മോ, സെന്റർ. ഗിസ്മോ പറഞ്ഞാൽ ഈ നമ്മൾ വരച്ച ബോക്സിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു വേറൊരു യെല്ലോ കളറുള്ള ഒരു ഷേപ്പ് കാണാം. ആ ഷേപ്പ് നമുക്ക് മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുന്നത് കാണാം. കണ്ടോ, എങ്ങനെയാണ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് മാറ്റം വരുന്നത്. ഇനി വൈ ആക്സിസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. കണ്ടോ, വൈ ആക്സിസിൽ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച്. ഇനി എക്സ് ആക്സിസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കണ്ടോ, എക്സ് ആക്സിസ് റെഡ് ആണ്. എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുമ്പോൾ അവിടേക്കാണ് മാറ്റം വരുന്നത്. കണ്ടോ,
ഇനി സെന്റർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മുടെ ഷേപ്പിന്റെ ഏറ്റവും ബോട്ടത്തുള്ള പിവറ്റ് പോയിന്റിന്റെ അവിടെ ആയിരിക്കും. അത് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ പൊസിഷൻ മാറ്റണമെങ്കിൽ മാറ്റാം. പക്ഷെ അത് നമുക്ക് റൊട്ടേറ്റ് സ്കെയിലും ചെയ്യാൻ പറ്റില്ല. ആകെ മൂവ് മാത്രമേ പറ്റുള്ളൂ. റൊട്ടേറ്റ് സ്കെയിലും നമുക്ക് അക്സസിബിൾ അല്ല, അത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ മൂവ് ചെയ്യാൻ മാത്രം പറ്റും. എവിടെ നിന്നാണോ ടേപ്പർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ പോർഷൻ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു സിലിണ്ടർ വരയ്ക്കായിരിക്കുക. ജസ്റ്റ് ഒരു സിലിണ്ടർ വരച്ചു. അതിൽ സെഗ്മെന്റ്സ് ഹൈറ്റ് സെഗ്മെന്റ്സ് ആഡ് ചെയ്തു, സൈഡ്സും ആഡ് ചെയ്തു. ഞാൻ അതിന് മോഡിഫയറിൽ ജസ്റ്റ് ടേപ്പർ എടുക്കണം. ടി ടേപ്പർ. ഇത് നമ്മൾ എമൗണ്ട് കണ്ടോ, ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ആക്സിസിലാണ് മാറ്റം വന്നുള്ളത്. അത് വൈ ആക്സിസിലാണ് മാറ്റം വരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും മാറ്റം വരിക. കണ്ടോ, വൈ ആക്സിസ് മാറ്റം വന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് സിമെട്രി ആയിട്ട് വരണമെങ്കിൽ സിമെട്രി ഓപ്ഷൻ ഓൺ ആക്കി എടുക്കുക. സിമെട്രി ആയിട്ട് കിട്ടും. എക്സ് ആക്സിസിലാണെങ്കിലും സിമെട്രി ആയിട്ട് കിട്ടി. കണ്ടോ, സിമെട്രി വേണ്ടാന്നെങ്കിൽ സിമെട്രി ഓഫ് ആക്കി കൊടുക്കുക. ഇനി കർവ് കൊടുക്കണമെങ്കിൽ കർവും കൊടുക്കാൻ പറ്റും. കണ്ടോ, കർവ് കൊടുക്കാൻ പറ്റും. ഏത് രീതിയിലാണ് വെച്ചാൽ സെഡ് ആക്സിസിൽ കർവ് ആണെങ്കിൽ സെഡ് ആക്സിസിൽ. ലിമിറ്റ് എഫക്ട് ഓൺ ആക്കി കൊടുത്തിട്ട് നമുക്ക് ലിമിറ്റ് എവിടെയാണ് വേണ്ടതെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇനി ലോവർ ലിമിറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലോവർ ലിമിറ്റും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. കണ്ടോ, ലോവർ ലിമിറ്റ് മാറ്റം വരുത്തുമ്പോൾ കണ്ടോ, ലോവർ ലിമിറ്റിന്റെ ബോക്സ് ആണ് ഇത്, അപ്പർ ലിമിറ്റിന്റെ ബോക്സ് ആണ് ഇത്. അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റും മാറ്റം വരുത്തി നമുക്ക് ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാൻ പറ്റും. അതിനാണ് ടേപ്പർ ടൂൾ യൂസ് ചെയ്യുക. ഇതാണ് നമുക്ക് ടേപ്പറിൽ പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.